അസ്സലാമു അലൈക്കും. തറാവീൻ്റെ തർക്കത്തിൽ കുടുങ്ങിയ മുജാഹിദ് ഇന്ന് തറാവീനെക്കുറിച്ച് ചോദ്യം ചോദിച്ചാൽ ഉരുണ്ടുമറിയുകയും അതിന് വ്യക്തമായ ഒരു തെളിവോ അല്ലെങ്കിൽ ഒരു ഹദീസോ കൊണ്ടുവരാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ തറാവീനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തറാവീൻ്റെ ഹദീസ് റമദാനിലും ഗൈർ റമദാനിലും 11 റക്അത്ത് നിസ്കരിച്ചു എന്നുള്ള ഹദീസാണ് കൊണ്ടുവന്നത്. അപ്പം അത് ഞാൻ വ്യക്തമായി ചോദിച്ചു, അത് തറാവീഹാണോ വിത്റാണോ എന്ന് ചോദിച്ചപ്പോൾ അത് വിത്രല്ല. എന്നാൽ തറാവീഹാണോ എന്ന് വെച്ചാൽ തറാവീഹ് എന്നും പറയാം, ഖിയാമുൽ ലൈൽ എന്നും പറയാം, അതുപോലെ അതിനെ തഹജ്ജുദ് എന്നും പറയാമെന്ന്. അപ്പോൾ തഹജ്ജുദിനെ കുറിച്ച് എന്താണ് തഹജ്ജുദിൻ്റെ മാനദണ്ഡം, എന്താണ്, എങ്ങനെയാണ് തഹജ്ജുദ് നിസ്കരിക്കലെന്ന് ചോദിച്ചപ്പോൾ തഹജ്ജുദ് എപ്പോൾ വേണമെങ്കിലും നിസ്കരിക്കാം, ഇശാഇന് ശേഷം നിസ്കരിക്കാം എന്നാണ് മൗലവിയുടെ മറുപടി. അപ്പം തഹജ്ജുദ് ഉറങ്ങി എണീറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് ഉറങ്ങി എണീറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമാണ് എന്നുള്ളതിന് തെളിവൊന്നുമില്ല എന്നാണ് മൗലവി പറഞ്ഞത്. മൗലവി ഒരു ഹിന്ദിക്കാരനാണ്, പക്ഷേ ഉറുദുകാരനാണ്, ഉറുദുവിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇന്ന് ഇപ്പം കേരളത്തിൽ കൂലിക്ക് പള്ളിയിൽ നിർത്തിയിരിക്കുന്ന മിക്ക ഇമാമിങ്ങളും ഉറുദുക്കാരാണ് മുജാഹിദിൻ്റെ പള്ളിയിൽ. അപ്പോൾ ഇമാമിന് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണമല്ലോ. ഇമാമ് നിൽക്കുന്ന ആൾക്ക് വിവരവും വിദ്യാഭ്യാസവും മതപരമായിട്ടുള്ള എന്ത് അറിവുണ്ടായിരിക്കണം. ആ ഒരു നിലക്ക് ഒരു പഠനാർഹമായിട്ടുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ചോദ്യം ചെയ്യലുണ്ടായത്. അപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇതാണ്. അപ്പം മൗലവിനോട് നേരിട്ട് വെച്ച മൗലവി പറഞ്ഞു, എൻ്റെ ഉസ്താദുണ്ട്, അയാളെ കണക്ട് ചെയ്ത് തരാം, അയാൾ നിങ്ങൾക്ക് മറുപടി തരുമെന്ന് പറഞ്ഞപ്പം അയാൾ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: തറാവി എന്നുള്ളത് തറാവി എന്ന് വേണമെങ്കിൽ വിളിക്കാം, വിത്ര വിളിക്കാൻ പറ്റില്ല, വിത്ര എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ചോദിച്ചു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഗൈർ റമദാൻ എന്നുള്ളിടത്ത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ ഗൈർ റമദാനിൽ റമദാനില്ലാത്ത ദിവസം തറാവി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ, ഗൈർ റമദാനിലും തറാവി നിസ്കരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഈ പറയപ്പെട്ട നിസ്കാരം തഹജ്ജുദാന്ന് വേണമെങ്കിൽ വിളിക്കാം, ഖിയാമുൽ ലൈൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം, അത് ഗൈർ റമദാനിലും ജമാഅത്തായിട്ട് നിസ്കരിക്കണം എന്നുള്ളതാണ് മൗലവി പറയുന്നത്. അപ്പം അടുത്ത ഈ റമദാൻ കഴിഞ്ഞാലും നമ്മളൊക്കെ വിശ്വസിക്കുന്നു ഈ ഇമാമിനെ അവർ പറഞ്ഞയക്കില്ല, ഈ ഇമാം അവിടെ തന്നെ ഉണ്ടാവും. തറാവി, ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് എന്ന ഈ 3 നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അങ്ങോട്ടും അദ്ദേഹം അവിടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു, ഇൻഷാ അല്ലാഹ്. തറാവി ഇല്ലല്ലോ. അപ്പോൾ ഏതായാലും അവരുടെ വാക്കും സംസാരങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കാം, ഉരുണ്ട് മറിയുന്നതും ഉരുണ്ട് കളിക്കുന്നതും. പക്ഷേ വേറൊരു കാര്യം കിട്ടും, ഇവർ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ എന്നുള്ളതിന് തെളിവ് കൊണ്ടുവന്നത് ഉമർ റളിയല്ലാഹു അൻഹു ജമാഅത്തായിട്ട് നിസ്കരിച്ചു എന്നുള്ളതാണ്. അത് ഉമർ റളിയല്ലാഹു അൻഹു എത്ര നിസ്കരിച്ചു എന്നുള്ള എണ്ണത്തെ അവരെന്ത് ചെയ്തു, തട്ടിക്കളഞ്ഞു. ജമാഅത്ത് എന്നുള്ള ഇത് മാത്രം അവരെടുത്തു കളഞ്ഞു. അവർ എടുത്ത് അനുകരിക്കുന്നു, ജമാഅത്തിനെ അനുകരിക്കുന്നുണ്ട്, പക്ഷേ എണ്ണത്തെ അനുകരിക്കുന്നില്ല. അപ്പോൾ അതാണ് ഇവരുടെ തരികിട തട്ടിപ്പ്. അപ്പോൾ ഇവർ സത്യത്തിൽ ഹദീസ് ഓതി കുടുങ്ങിയതാണ്. ഗൈർ റമദാൻ ആയതുകൊണ്ട് അത് തറാവി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ തറാവി പറയും ചെയ്യാം, ഖിയാമുൽ ലൈൽ എന്ന് പറയാം, തഹജ്ജുദ് എന്നും പറയാം, അങ്ങനെ എല്ലാം പറയാം. അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഈ തറാവി ഏതായാലും ഈ റമദാൻ കഴിഞ്ഞാലും മുജാഹിദ് പള്ളികളിലൊക്കെ തുടരുമെന്ന് അവർ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് നോക്കാം. रफ़ीक कौन क्या होता है? मैं समझा नहीं, मतलब नहीं वो मुजाहिद छोड़ो, वो तो मालूम है। सलफ़ी वही है? अच्छा, वो आपका गांव में भी है? अच्छा, उसको मज़हब नहीं है आपको, हनफी मालिकी ऐसा कुछ नहीं है? कौन सा? हाँ, अहले हदीस। अच्छा, उसमें आपका गांव में भी तरावी 8 है? कहीं 8 है, कहीं 16 है, 16 भी? 20 है। 20 का मतलब ये 8 का जो है उसका कोई हदीस ऐसा कुछ है? वो एक बता सकते हैं? आप इमाम है इधर से? हाँ, तरावी इमाम पर हमारे जो नबी है सल्लल्लाहु अलैहि वसल्लम, तो कभी भी 11 से ज़्यादा कभी नहीं तराई पढ़ा है। वो कौन सा हदीस क्या है, वो वर्ड क्या है? वो वर्ड मुझे याद नहीं है, लेकिन मैं बताऊंगा आपको इंशाल्लाह मैं आएगा, बाद में आएगा। क्योंकि क्या मालूम है, अभी देखो मैं 20 पढ़ के थक गया, हाँ, बचपन से मैं 20 पढ़ते आ रहा हूँ। अगर ऐसा हदीस है तो मैं क्यों 20 पढ़ना है? हाँ, वही तो, समझा ना? बात सही है। तो ये बहुत मेरा ज़हन में बहुत आया, अभी पूछने का बोल के मैं रहता था। लेकिन इधर का कोई जो मलयाली है ना, मलबारी, उसको पूछेगा तो वो एक हदीस बताता है, रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने रमज़ान में भी और गैर रमज़ान में भी, गैर रमज़ान में भी 11 पढ़ा था, ऐसा हदीस बोल रहा है। ऐसे वही है तो ये बात सुनो मैं भाई साहब, अगर गैर रमज़ान में तरावी कैसा होता है? तरावी नहीं, तहज्जुद बोलते हैं, तहज्जुद क़ियामुल लैल में होता है ना। अभी देखो, अभी रमज़ान में तरावी होना चाहिए, अलग होना चाहिए, हाँ, अलग तो है ना। तहज्जुद हर वक्त में है, वो मैंने सुना है, हर वक्त में है, हर 12 महीना में तहज्जुद है। तो वही पढ़ा करते थे।
हैं? अगर पढ़ते तो बस तो ये जो पढ़ते हैं रमज़ान में स्पेशल 11 वो तहज्जुद है। वो तहज्जुद है। वो तहज्जुद कैसा होता है? तहज्जुद सोने के बाद उठने के बाद वो भाई साहब वो होता है। तहज्जुद क़यामुल लैल तरावी सेम है, इसका नाम अलग अलग है लेकिन सेम है। भाई साहब आप समझो, आप सोचो, जो क़यामुल लैल ओके, क़यामुल लैल वाले तो रात में जो पढ़ने वाला, तहज्जुद कैसा होता है मालूम है? जब आप एक बार सोया, सोने के बाद उठने के बाद हाँ, इसका नाम तो अलग अलग है। मेरे को पढ़ना है ऐसा जैसा आप भी 11 पढ़ते हैं, मेरे को भी पढ़ना है, इसलिए पूछ। आपको हम बताएंगे सही हदीस, हाँ वो ये हमें देख लेंगे। ढूंढ के ले लो, क्योंकि मेरा गाँव अभी ज़्यादा से ज़्यादा लोग इधर 20 पढ़ने वाले, बहुत कम लोग 11 पढ़ने वाले, तो बहुत कम लोग 11 पढ़ना, ये क्या हदीस है मेरे को समझना है। तो अगर तहज्जुद भी एक ही है और क़यामुल लैल भी एक ही है, तरावी भी एक ही है, वितर भी एक ही है, वितर बोलते सुनता है ना? हाँ, वितर सुन, अलग है। आपका गांव में वितर अलग है? हाँ, वितर वितर आप 3 पढ़ सकते हैं, हाँ। 7 पढ़ सकते हैं, 5 पढ़ सकते हैं, 9 पढ़ सकते हैं, 11 पढ़ सकते हैं, कितना 11 तक पढ़ सकते हैं, वो मैंने सुना है। तो मैं क्या समझा मालूम है, जो हदीस है ना 11 तक पढ़ना, हज़रत सल्लल्लाहु अलैहि वसल्लम ने 11 तक पढ़े थे, तो वो हदीस मैंने सुना है वो वितर के बारे में बताया गया है, तरावी के बारे में, क्योंकि उसमें बताया गया है रमज़ान और गैर रमज़ान, समझे? मैं रिसर्च करके आपको बताऊंगा। हाँ वो बहुत ज़रूरी है, क्योंकि मेरा घर वाला भी वही पढ़ रहा है, तो क्यों कि आपको मालूम है ना ये रमज़ान में बहुत गर्मी है, अगर आसान तरीका है तो हम लोग आसान बताइए ना, इसको पढ़ेंगे हैं? इंशाल्लाह। बहुत शुक्रिया। आपका नाम क्या है? मेरा नाम हज़रत अली है। हज़रत अली। अली। आप सिर्फ तरावी के लिए आया, उसके बाद चला जाएगा? हाँ, मैं कल जा रहा हूँ। कल तक है? अच्छा, वो इधर परमानेंट है। ओके, बहुत बहुत शुक्रिया, नाराज़ नहीं होने का। नहीं ऐसा कोई मसला नहीं है। नहीं बिल्कुल नहीं होने का, वही है। ज़रूरी है ना। इधर कोई किसी को पूछेगा तो तुम वो उससे बड़े से, तो आपसे बड़े देखिए, अगर हम नहीं बता सकेंगे ना हाँ। तो मेरा एक टीचर है, उनसे आपको रब्ता करवाएंगे। इंशाल्लाह, क्योंकि आप जो नमाज़ पढ़ाते हैं आपको तो ज़रूर मालूम होना चाहिए, समझा? भाई अगर आप मेरी बात अगर आप नहीं समझेंगे तो हम दूसरे आदमी को नहीं, मैं समझ सकते हैं, लेकिन अगर सही हदीस लेके आएगा ना, मैं समझ सकता, क्यों नहीं समझ। ओके इंशाल्लाह। हदीस, उसका हदीस बताइए ना। हदीस तो वाज़ेह है, अल्लाह के रसूल सल्लल्लाहु अलैहि वसल्लम ने 3 दिन तक 8 रकात नमाज पढ़ाई थी। हाँ, नहीं उसमें 11 रकात बोलते हैं, 11 रकात पढ़ा करते थे रमज़ान में और गैर रमज़ान में। तो 11 रकात तो 3 रकात वित्र, हाँ, तो उसकी तौज़ीह अलग अलग है। हाँ, जैसे 11 रकात है तो 3 रकात वित्र है। हाँ, हाँ, और बाद ने उसकी तौज़ीह ये की है कि 8 रकात तरावी की, 2 रकात ये फजर की सुन्नत और 1 रकात वित्र, हाँ। उसकी भी तौज़ीह की है। अच्छा, लेकिन सबसे बेहतर तौज़ीह यही है कि 8 रकात वित्र और 8 रकात तरावी और 3 रकात वित्र। अगर ये गैर रमज़ान में कैसा होता है? और गैर रमज़ान में गैर रमज़ान में भी आपका अक्सर मामूल यही होता था। तो हम लोग नहीं पढ़ते। दूसरी हदीस में वाज़ेह है कि रमज़ान हो या गैर रमज़ान हो, आपका अक्सर मामूल यही होता था। हज़रत आयशा रज़ियल्लाहु अन्हा से बरी ये हदीस है। लेकिन सबसे पहली बात आपको यहाँ पे ये जानना है कि अहले हदीस का अक़ीदा ये है कि फ़र्ज़ के बाद सुन्नत और नवाफिल कोई अलग अलग चीज़ नहीं है। हदीस की रूह से सुन्नत वही है, नवाफिल वही है। तो आपको जानना पड़ेगा कि नवाफिल की तो 2 किस्में हैं, एक है मुक़य्यद और एक है मुतलक। हाँ, तो वो जो 8 रकात तरावी की है, जिसे हम क़यामुल लैल कह लीजिए या फिर तहज्जुद कह लीजिए, क़याम रमज़ान कह लीजिए, ये 8 रकात नफ़ले मुक़य्यद है। तो तहज्जुद नहीं कर सकते कहते हैं कि जब अल्लाह के रसूल सल्लल्लाहु अलैहि वसल्लम 3 दिन पढ़े तो हम पूरा महीना क्यों पढ़ते हैं? तो भाई अल्लाह के रसूल 3 दिन पढ़े, लेकिन अल्लाह के रसूल सल्लल्लाहु अलैहि वसल्लम की चाहत थी और पढ़ने की, आपने तरगीब दी कि पढ़े जमात के साथ पूरा महीना। तो ये नफले मुक़य्यद है, इसको जमात के साथ ही पढ़ना है। अब इसके अलावा अगर कोई और भी नमाज पढ़ना चाहता है तो वो पढ़ सकता है, वो नफले मुतलक हो जाए। ये कुछ बातें भी तरावी के सिलसिले में जो जानना बहुत ज़रूरी है, और ना अक्सर लोग गलत करते हैं। लेकिन मौलवी साहब, लेकिन ये जो गैर रमज़ान में कोई नहीं पढ़ता ना? ना गैर रमज़ान में नहीं पढ़ता है, लेकिन पढ़ना चाहिए। बहुत अल्लाह के रसूल सल्लल्लाहु अलैहि वसल्लम से साबित है ही नहीं कि कभी भी आपने वो नमाज छोड़ दी होता है। हाँ, ये बात और है कि गैर रमज़ान में आप क्या कहते हैं कि इशा के बाद से लेके फजर से पहले तक जब चाहे पढ़ें, या तो ऐसे पढ़ें कि 2 रकात पढ़ लिए, फिर सो गए, फिर 1 बजे उठे फिर पढ़े, फिर 3 बजे उठे फिर पढ़े, लेकिन पढ़ते थे अल्लाह के रसूल, पढ़ना चाहिए। अब हम नहीं पढ़ते थे, इसका मतलब ये नहीं कि गैर रमज़ान में नहीं पढ़ना चाहिए, पढ़ना चाहिए। लेकिन रमज़ान में क्या कहते हैं कि जमात के साथ इसका एहतमाम करना चाहिए, क्योंकि ये सही हदीस से साबित है। तो अखलाफ का यही अमल रहा है। अच्छा,
لیکن جو گنتی کی بات جو یہ حدیث میں 11 بتاتے ہیں تو ہم کیوں اس کو 11 سے 8 اور 3 کیسا ڈیوائڈ کر سکتے ہیں؟ وہی 3 رکعت ہوئے تھے، لیکن ہم نے نہیں، اس میں الگ الگ توضیح علماء کرام نے اس کی بتائی. ہم نے آپ کو یہ بھی بتا دیا کہ یہ جو 8 رکعت ہے یہ مقید ہے، اس کو پڑھنا ہی پڑے گا جماعت کے ساتھ. وہ جماعت جو یہ 9 رکعت فطر کے ساتھ امام کے ساتھ مل کے پڑھے گا، حدیث میں ہے کہ اس کو پوری رات نماز پڑھنے کا ثواب ملتا ہے. لیکن حدیث میں جو ہے کون پڑھے تھے وہ جماعت کے ساتھ؟ کوئی ایسا اللہ کے رسول صلی اللہ علیہ وسلم پڑھے تھے نا، جماعت نہیں پڑھے تھے نا، جماعت کے ساتھ اکیلے پڑھے تھے، اکیلے پڑھے تھے. ارے نہیں، جماعت کروائی تھی اللہ کے رسول نے 3 دن کا. حدیث میں ظاہر ہے کہ پہلے دن کچھ لوگ تھے، دوسرے دن لوگ اور زیادہ ہو گئے، تیسرے دن اور زیادہ ہو گئے، چوتھے دن انتظار کرتے رہے. اللہ کے رسول صلی اللہ علیہ وسلم نہیں آئے مسجد میں. اللہ کے رسول سے پوچھا گیا تو آپ نے بتایا کہ میں اس ڈر سے نہیں آیا کہ کہیں یہ نماز تم پر فرض. ہاں وہ میں نے بھی سنا ہے سر. اچھا، تو یہ تو اللہ کے رسول سے ثابت ہے 3 دن. اس کے بعد صحابہ کرام نے تابعین نے باضابطہ جماعت کے ساتھ رمضان میں پڑھی ہے یہ نماز. اچھا، تو اس میں جو 3 رکعت الگ بتا گیا نہیں، وہ حدیث میں 11 رکعت صرف بتا گیا، اس لیے ڈاؤٹ ہو گیا. اچھا کوئی بات نہیں. وہ کیا کہتے ہیں کہ اس حدیث کی توضیح ایک یہ بھی ہے کہ 8 رکعت رات کی نماز یعنی تہجد کہہ لیجیے یا تراویح کہہ لیجیے، اور 1 رکعت وتر اور 2 رکعت فجر کی سنت. فجر کی سنت فجر کے بعد ہوتا ہے نا، فجر و اذان کے بعد. ارے نہیں، آپ کیا کہتے ہیں کہ فجر کی بات سنت اللہ کے رسول سے ثابت ہے کہ آپ پڑھ کے جب ٹائم ہو گیا نا تو پڑھ کے آپ پھر سو جاتے تھے، پھر اٹھ کے جماعت کی نماز پڑھتے تھے، فجر کی فرض نماز. کیوں؟ اللہ کے رسول نماز پڑھتے رہے تھک جاتے تھے، اس لیے فجر کی 2 رکعت سنت پڑھ کے سو جاتے تھے، اس لیے ان 2 رکعت کو بھی ان 13 رکعت میں شمار کیا گیا ہے. یہ ایک الگ توضیح ہے، وہ بھی ایک توضیح ہے. اس طرح علماء کرام نے اس کی توضیح کی ہے. اچھا، اور ایک بات آپ بولا، یہ جو 8 رکعت کو آپ وتر بولو اور تراویح بولو تہجد بولو جو بھی بولو، تینوں صحیح بولا نا. تو اگر یہ تہجد کیسا ہو سکتا ہے؟ اگر تہجد کے بعد یہ ہم لوگ سونے کے بعد جو پڑھتا ہے اس کو تہجد بولتا ہے. سونے کے بعد پڑھتے ہیں اس کو تہجد بولتے ہیں. اس کی دلیل کیا ہے؟ ہاں، عائشہ رضی اللہ تعالیٰ عنہ کی صحیح حدیث ہے تو وہ کہتی ہے کہ میری کبھی آنکھ کھلتی تھی تو میں دیکھتی تھی کہ لوگ نماز پڑھ رہے ہیں، پھر کبھی آنکھ کھلتی تھی تو دیکھتے تھے کہ آپ سو رہے ہیں، پھر کبھی آنکھ کھلتی تھی تو دیکھتے تھے کہ آپ نماز پڑھ رہے ہیں. اس کا مطلب یہ ہے کہ ہم جیسے سوتے ہیں نا کہ عشاء کی نماز کے بعد سو گئے، اب کچھ بھی ہو جائے ہم کو فجر میں ہی اٹھنا ہے یا فجر سے پہلے اٹھنا ہے، اللہ کے اس طرح غافل ہو کر اللہ کے رسول صلی اللہ علیہ وسلم نہیں سوتے تھے. آپ عشاء کے بعد سوئے، کچھ دیر سوئے، پھر اٹھے نماز پڑھے، پھر سوئے، پھر اٹھے نماز پڑھے. آپ یہ کیسے کہہ سکتے ہیں کہ تہجد کی نماز سو کر اٹھنے کے بعد ہی ہے؟ اس لیے تو کوئی صحیح حدیث سے ثابت نہیں. تہجد کی نماز کا وقت کب ہے؟ عشاء کی بعد سے لے کے فجر تک اس کا ٹائم ہے. اب غیر رمضان میں فجر سے پہلے آخر ٹائم میں آخری رات میں پڑھنا زیادہ افضل ہے، یہ بتایا گیا ہے. لیکن رمضان میں بھی اگر کوئی سو کے اٹھنے کے بعد یعنی فجر سے پہلے تراویح کی نماز پڑھتا ہے تو یہ بھی اور افضل ہے، لیکن جماعت ہونا چاہیے. لیکن ڈر ہے کہ اس ٹائم زیادہ لوگ نہیں آ پائیں گے، اس لیے ہم لوگ عشاء کے بعد فوراً پڑھ لیتے ہیں. اچھا، تو اس کو تراویح بھی بول سکتے ہیں، تہجد بھی بول سکتے ہیں، وتر بھی بول سکتے ہیں. وتر نہیں، قیام اللیل بول سکتے ہیں. قیام اللیل بھی بول سکتے ہیں. اللیل بھی بولتے ہیں، قیام رمضان بھی بولتے ہیں. اس کو 3 نام میں کہا گیا ہے. جی ہاں جی، اوکے. آپ کوئی بھی نام رکھ لیجیے، اس کا ثابت ہونا چاہیے. اچھا، اوکے شہری والا جی. شہری والا پوچھیں. اچھا، جو شہری والا، اور ایک آپ کو ٹائم ہے؟ اچھا، جو شہری والا، جب ہم لوگ شہری کھاتے ہیں یہ کھاتے اذان ہو گیا تو ہم لوگ کیا کریں؟ دیکھیے، فقہی اصطلاح ہے، ایک چیز ہے الاستمداد اور ایک چیز ہے ابتداء. استمداد کہتے ہیں کسی چیز کو کنٹینیو کرتے رہنا، اور ابتداء کہتے ہیں کسی چیز کو شروع کرنا. تو شہری کا جو مسئلہ ہے وہاں پہ استمداد جائز ہے، یعنی آپ اذان سے پہلے ہی کھانا شروع کیے تھے لیکن کھاتے کھاتے اذان ہونے لگی تو آپ کھانا مکمل کر لیں. ٹھیک. اب ابتدا یعنی اذان ہونے کے بعد آپ کھانا شروع کریں گے، یہ جائز نہیں ہے. کھانا کے اذان کے بعد کھانا جائز نہیں. اذان کے بعد آپ کھانے کی ابتدا کر رہے ہیں، یعنی آپ کا روٹین وہی ہو گیا ہے کہ آپ اذان سے پہلے اٹھتے ہیں، منہ ہاتھ دھوتے ہیں اور اذان کے بعد کھانا شروع کرتے ہیں، یہ جائز نہیں ہے. لیکن کبھی کبھار ایسا ہو گیا کہ کھاتے کھاتے اذان شروع ہو گئی، یہ پڑھنے کی بات نہیں ہے، کبھی کبھار آپ کو کھانا مکمل کر لینا ہے. ہاں. اچھا ابتدا نہیں کرنا ہے، کھانے کی ابتدا کے بعد نہیں. اچھا
तो इसको अगर शुरू हो गया, अजान भी सुन गया, उसको कंटिन्यू करना है खाने को। हाँ कर सकते हैं। अच्छा, तो उसका कोई हदीस? ये उसूल है, मैंने आपको बताया इस्तिफ्ता। और क्या कहते हैं, ये हदीस है हज़रत बिलाल रज़ी अल्लाह ताला अन्हु की ताल्लुक से कि जब बिलाल अजान दे तो तुम लोग खाना खाना बंद ना करो। और जब वो क्या कहते हैं नाबी सहाबी थे अब्दुल्लाह इब्न उम्म मक्तूम, जब उनको अजान दे तो खाना खाना बंद कर दो, क्योंकि उनकी अजान में फ़र्क होता था। तो उलमा इकराम ने इसी की तशरीह में बताया है कि वो देखिए, अब कोई शख्स बेदार नहीं हो पाया पहले, अजान से कुछ देर पहले बेदार हुआ तो अब वो मजबूर है। लेकिन मैंने सुना गया है ये जो उम्म मक्तूम के जो अज़ान असल अपना फजर का अज़ान थे, और बिलाल रज़ियल्लाहु अन्हु का अज़ान जो है वो अज़ान तहज्जुद के लिए अज़ान देते थे 1 और 2 घंटा पहले जी जी, वो तहज्जुद के लिए अजान देते थे। तो इसमें तो अगर तहज्जुद के अज़ान देते थे उसको बोलने का ज़रूरत ही नहीं है, आप जैसे बोले ना। मैंने आपको सिर्फ समझाने के लिए बोला। हाँ समझ गया हाँ, आपका बात समझ गया, वही बात मैंने भी समझ गया था। लेकिन इधर जो शक है वो जो उम्म मक्तूम की अज़ान किस टाइम में अगर हम लोग अज़ान सुने तो अपने मुंह में खाना है तो क्या करेगा? वही तो मैंने आपको बताया कि आप खाना खा रहे थे, अजान हो गई। नहीं, वो बिलाल के अज़ान की बात करते हैं आप जो। मैं अब्दुल्लाह इब्न उम्म मक्तूम की बात कर रहा हूँ। अच्छा ओके। आप खाना खा रहे हैं और अजान शुरू हो गई, आधा खाना आपने खाया, कुछ खाना आपके मुंह में है, इस चीज को बोलते हैं अल इस्तिमदाद, यानी कंटिन्यू कर सकते हैं। अच्छा, लेकिन जल्दी जल्दी आपको खत्म कर लेना है। हाँ। लेकिन आप उठने के फौरन बाद ही फजर की अजान हो गई, हाँ। तो जब आप कहेंगे कि अजान हो गई है तो क्या मैं खाना शुरू कर सकता हूँ? नहीं, यहाँ पे आप खाना शुरू और नहीं कर सकते हैं, आपको रोजे की नियत कर लेनी। अच्छा ഓക്കെ, സമജ് ഗയാ. जी അപ്പോൾ കേട്ടില്ലേ മൗലവി എന്താ പറയുന്നത് വെച്ചാൽ തറാവി എന്നുള്ള ഒരു സംഭവം ഇല്ല എന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഈ 11 റക്അത്ത് വിത്റിനെ കുറിച്ചാണെന്ന് ഇയാൾ അറിയാതെ പറഞ്ഞു പോവാണ്. വിത്റിനെക്കുറിച്ച് വിത്റിന് സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് ഒരു തെളിവായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. രാത്രി നമസ്കാരത്തെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി ഈ മൗലവി സംസാരിക്കുന്ന സമയത്ത് 2 ഹദീസുകളാണ്. ആ 2 ഹദീസും എടുത്തുദ്ധരിക്കുമ്പോൾ 11 എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ പുറമെ രണ്ടാമത്തെ ഹദീസ് വായിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് വിത്റിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന്. എന്നിട്ട് വീണ്ടും പറയുകയാണ് അത് വിത്ർ അല്ല, അത് ഖിയാമുൽ-ലൈലാണ്, അത് തഹജ്ജുദാണ്, അത് തറാവിയാണ് എന്നും പറഞ്ഞിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മൗലവി എവിടെയാണ് എന്തിനാണ് ഉരുണ്ട് കളിക്കുന്നത് എന്ന് ഒന്നും വ്യക്തമാകുന്നില്ല. നിങ്ങളൊന്ന് കേട്ടോ. ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് വ്യക്തത നൽകട്ടെ, ശ്രദ്ധിക്കുക. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീമാ ബൈന അൻ യഫ്റുഗ മിൻ സ്വലാത്തിൽ ഇശാ ഇലൽ ഫജ്രി 11 റകഅത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശാ നമസ്കാരം കഴിഞ്ഞാൽ അപ്പോൾ മുതൽ ഇലൽ ഫജ്ർ വരെ 11 റകഅത്ത് രാത്രി നമസ്കരിച്ചിരുന്നു. അപ്പോൾ രാത്രി നമസ്കാരത്തിന്റെ സമയം തുടങ്ങുന്നത് എപ്പോഴാണ്? ഇശാഇന് ശേഷമാണ്. ഏതുവരെ നമസ്കരിക്കാം? ഫജ്ർ വരെ നമസ്കരിക്കാം. അപ്പോൾ ഇശാ നമസ്കാരം കഴിഞ്ഞ് ഫജ്ർ വരെ നമസ്കരിക്കാവുന്ന ഒരു നമസ്കാരം, അത് ഇതിനിടയിൽ ഏത് സമയത്ത് നമസ്കരിച്ചാലും അത് സ്വഹീഹാണ്. അല്ലാതെ ഇശാ കഴിഞ്ഞ ഉടനെ നമസ്കരിച്ചാലേ ശരിയാവുകയുള്ളൂ, 12 മണിക്കോ 1 മണിക്കോ 2 മണിക്കോ നമസ്കരിച്ചാൽ ശരിയാവുകയില്ല എന്നതിന് യാതൊരു ന്യായവുമില്ല, യാതൊരു അടിസ്ഥാനവുമില്ല. ഇനി ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസ് നോക്കൂ. അബൂ ബസ്റ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ സാദക്കും സ്വലാത്തൻ, അല്ലാഹു നിങ്ങൾക്ക് നമസ്കാരം വർദ്ധിപ്പിച്ചിരിക്കുന്നു, വഹിയൽ വിത്ർ, അത് വിത്റാണ്. ഫസല്ലൂഹാ ഫീമാ ബൈന സ്വലാത്തിൽ ഇശാഇ ഇലാ സ്വലാത്തിൽ ഫജ്ർ, ഇശാഇനും ഫജ്റിനും ഇടയ്ക്കുള്ള ഏത് സമയത്തും നിങ്ങൾ അത് നിർവഹിക്കൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇശാഇന് ശേഷം ഫജ്ർ വരെ നിങ്ങൾക്ക് നമസ്കരിക്കാനുള്ള സമയമാണ്, ഇതിനിടയിൽ ഏത് സമയത്തും നിങ്ങൾ നമസ്കരിച്ചോളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകിയ കാര്യമാണ് ഇശാഇനും ഫജ്റിനും ഇടയ്ക്ക് ഏത് സമയത്തും രാത്രി നമസ്കാരം നിർവഹിക്കാം. ഇയാൾ ഈ സംസാരിക്കുന്നത് ഒരു വ്യക്തി തറാവീനെ കുറിച്ച്, തറാവി ഇശാൻ്റെ ശേഷം മാത്രമേ നിസ്കരിക്കാൻ പറ്റുമോ, അതോ തറാവി രാത്രി ഖിയാമുൽ-ലൈലായിട്ട് നിസ്കരിക്കാൻ പറ്റുമോ, അതായത് രാത്രി എണീറ്റതിന് ശേഷം നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം, ഒരു തർക്കം വന്നപ്പം അതിന് മറുപടിയായിട്ട് പറഞ്ഞ 2 ഹദീസുകളാണ് നിങ്ങൾ കണ്ടത്. ആ 2 ഹദീസുകളിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് 11 റക്അത്ത് എന്നും അത് വിത്റാണ് എന്നും. വിത്ര എന്ന അയാൾ ആയതുകൊണ്ട് തന്നെ അയാൾ വ്യക്തമായിട്ട് വിത്റാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് വിത്ർ തന്നെയാണ് തറാവി തന്നെയാണ് വിത്ർ തന്നെയാണ് തഹജ്ജുദ് തന്നെയാണ് വിത്ർ, തറാവി തന്നെയാണ് തഹജ്ജുദ്, തറാവി തന്നെയാണ് ഖിയാമുൽ-ലൈൽ എന്നും പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്.